തലസ്ഥാന നഗരത്ത് പുതിയ AKG സെൻറ്റർ പണി പൂർത്തിയായി കഴിഞ്ഞു. നാളെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ച സഖാവ് AK ബാലൻ ഇപ്പോൾ നോക്കൊപ്പം ശരിയാണ്. സഖാവെ, നാളെ മുതൽ പുതിയ മുഖത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥാപനത്തിലേക്ക് മാറുകയാണ് AKG സെൻറ്റർ അല്ലേ? CPM-ൻ്റെ ഒരു ചിരകാല സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ്. 1979 AKG സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസും AKG പഠന ഗവേഷണ കേന്ദ്രവും ഒന്നായിട്ടാണ് പ്രവർത്തിച്ചത്. അതിന് ചില പരിമിതികളുണ്ടായി. സാങ്കേതികവും പ്രായോഗികവുമായിട്ടുള്ള കുറേ വിഷമതകളുണ്ടായി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് CPIM സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചു. എങ്കിൽ മാത്രമേ പാർട്ടിയുടെ ഇന്നത്തെ കടമ വെല്ലുവിളി നേരിടാൻ പറ്റുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം ഇനിയും വിപുലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ രൂപത്തിൽ രണ്ട് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ഓഫീസ് നാളെ ഔപചാരികമായി കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നിരവധി പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. ഒന്ന്, ഇതിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സിവിൽ കേസ് ഉണ്ടായിരുന്നു. അത് പരിപൂർണമായും പരിഹരിക്കാൻ സാധിച്ചു. സാങ്കേതികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചു. അതിൻ്റെ ഇടയിലാണ് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. ബിൽഡിങ്ങിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 24 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് പകൽ സമയത്ത് മാത്രമേ ജോലി ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള തൊഴിലാളികളെയും സാങ്കേതിക വിദഗ്ധരെയും വെച്ചുകൊണ്ട് മാത്രമേ പണി പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം, ഏതാണ്ട് ഒരു വർഷം ഡിലേ ചെയ്തത്. ഒരു 10-12ഓളം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എയർപോർട്ട് അതോറിറ്റീൻ്റെ അംഗീകാരം വരെ വാങ്ങേണ്ടതായി വന്നു. 60,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ്. 60,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ്. 32 സെൻറ്റ് സ്ഥലത്തിലാണ് 11 നില കെട്ടിടം. അതിൽ 2 നില അണ്ടർഗ്രൗണ്ടാണ്. കാറ് പാർക്ക് ചെയ്യുന്നതിനും ജനറേറ്റർ വർക്ക് ചെയ്യുന്നതിനുമൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 9 നിലകളും പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയുള്ളതാണ്. വളരെ വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിനും നാന്ദി കുറിക്കുന്നതായിരിക്കും ഈ ഓഫീസ്. AKG സെൻറ്റർ എന്ന് പറയുന്നതും ചരിത്ര പ്രസിദ്ധമാണ്. നായനാരുടെ നേതൃത്വത്തിലുള്ള 3 ഗവൺമെൻറ്റും, VS-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റും, പിണറായിയുടെ നേതൃത്വത്തിലുള്ള 2 ഗവൺമെൻറ്റും രൂപപ്പെടുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ് ഈ ഓഫീസ്. അതുകൊണ്ട് തന്നെ വർഗശത്രുക്കളുടെ കണ്ണിലെ കരടാണ്. 3 പ്രാവശ്യം ആക്രമണത്തിന് വിധേയമായ ഒരു ഓഫീസാണ് AKG സെൻറ്റർ. അപ്പോൾ എന്തുകൊണ്ടും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഓഫീസാണ് AKG സെൻറ്റർ. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ പുതിയ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അഭിമാനത്തോടുകൂടി കേരളത്തിൽ ലോകത്തിലെ എല്ലാ മലയാളികളുടെയും അഭിമാന സ്തംഭമായി മാറാൻ പോവുകയാണ്. ഉള്ളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണുള്ളത്? മുറികളും ഉള്ളിൽ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ്, അതുപോലെ തന്നെ കിച്ചൺ, പിന്നെ റിസപ്ഷൻ,
ഫയർ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായ സംവിധാനമാണ്. ഈ പരിസര പ്രദേശത്ത് ഒരു ഫയർ പ്രശ്നം ഉണ്ടായാൽ തന്നെ വെള്ളമെടുക്കാനുള്ള സംവിധാനം അടക്കം ഇവിടെയുണ്ട്. അത് പ്രത്യേകതയാണ്. പിന്നുള്ളൊരു പ്രത്യേകത, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫ്രണ്ട്ലി ഓഫീസായിരിക്കും ഇത്. അവർക്ക് ലിഫ്റ്റിൽ കയറി കണ്ണ് കാണാതെ തന്നെ അവർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമമുറി, വീൽ ചെയർ ഇതൊക്കെ ഉണ്ട്. പൊതുവിൽ ഒരു ഗ്രീൻ ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ എന്തുകൊണ്ടും പുതുമയുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. പല പ്രത്യേകതകളും ഈ കെട്ടിടത്തിനുണ്ട്. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഇപ്പം കോടിയേരി സഖാവിനെ കൂടെ നമ്മൾ ഓർക്കണം. അദ്ദേഹമാണ് തറക്കല്ലിട്ട് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതല്ലേ? അതിൽ സഖാവ് കോടിയേരിയുടെ പേര് ഒഴിവാക്കാൻ ഒരു പരിതസ്ഥിതിയിലും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു സ്ഥലം കണ്ടതും സ്ഥലം വാങ്ങിയതും. വാങ്ങുന്ന സമയത്ത് കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ആ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലും ഉത്തമ ബോധത്തിലുമാണ് അദ്ദേഹം ഈ സ്ഥലം വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് കോൺട്രാക്റ്റ് കൊടുത്തത്. അത് പറയാൻ എന്നോട് മറന്നു പോയതാണ്. ഇത് കംപ്ലീറ്റ് കോൺട്രാക്റ്റാണ്. എല്ലാം അക്കൗണ്ട് പേ ആണ്. ഒരു 10 പൈസ പോലും ഇവിടെ നിന്ന് ക്യാഷായിട്ട് കൊടുത്തിട്ടില്ല. എല്ലാം ടെൻഡറാണ്. 10 വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പൺ ടെൻഡറാണ് വെച്ചിട്ടുള്ളത്. അക്കൗണ്ട് പേ ആണ്. എല്ലാം സുതാര്യമാണ്. ആർക്ക് വന്നിട്ടും ഇവിടെ പരിശോധിക്കാനുള്ള സംവിധാനവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കാശ്, അതുപോലെ തന്നെ പരസ്യം, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കെട്ടിട പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ലോകപ്രശസ്തനായിട്ടുള്ള വാസ്തുശില്പി, ആർക്കിടെക്റ്റ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പഴയ ഓഫീസുള്ള സമയത്താണ് ഞങ്ങൾ SFIയുടെ സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലയിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പാളയത്താണത്, ചെറിയൊരു ഓഫീസായിരുന്നു. അവിടെ നിന്ന് ഇവിടത്തേക്കുള്ള മാറ്റവും ഇവിടെ നിന്ന് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിലേക്കുള്ള മാറ്റവും ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അഭിമാനം തന്നെയാണ് തോന്നുന്നത്. കാരണം ജനങ്ങൾ എത്രത്തോളം പാർട്ടിയെ സഹായിക്കുന്നു, പാർട്ടിക്ക് പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ഓഫീസുകളുടെ വളർച്ച. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.